ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ആർപി ടി മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. നമ്മൾ LPST റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി കുറച്ച് വീഡിയോ LPST റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ 1-2 ലിസ്റ്റുകളും അതിലുള്ള സാധ്യതകളും അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ്, റൊട്ടേഷൻ ചാർട്ട് തുടങ്ങിയ പരിഗണിച്ചുകൊണ്ട് ഏതൊക്കെ അഡ്വൈസുകൾ വന്നിട്ടുണ്ട് തുടങ്ങിയ കുറേ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ലിസ്റ്റിലെ സാധ്യതകൾ നമ്മൾ പറയുന്നത്. കഴിഞ്ഞ കുറേ എപ്പിസോഡിലായി കുറേ ലിസ്റ്റുകൾ പരിശോധിച്ചു, കുറേ ജില്ലകളുടെ ലിസ്റ്റുകൾ പരിശോധിച്ചു. അതുകൊണ്ട് ആവശ്യപ്പെട്ട ജില്ല അടുത്തതായിട്ട് നമ്മൾ കൂടുതൽ പേര് എന്നോട് പറഞ്ഞ ജില്ലയാണ് കാസർഗോഡ്. ഇനി നമ്മൾ പരിഗണിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ അഡ്വൈസ് നില എത്രത്തോളം വരാൻ സാധ്യതയുണ്ട് എന്നതാണ്. കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ കാസർഗോഡ് ഒരുപാട് പുറത്തുള്ള ആൾക്കാർ ലിസ്റ്റിൽ നിന്ന് കയറി വരുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ആൾക്കാർ ഇപ്പോൾ ഏതാണ്ട് ഒരു 3 വർഷമായിട്ടുണ്ട്. അവർ ആദ്യം കയറിയൊരു 3 വർഷമായിട്ടുണ്ട്. അവർ 2 വർഷം കൂടി കഴിഞ്ഞാൽ പലപ്പോഴും സ്വന്തം ജില്ലയിലേക്ക് മാറും. ആ സമയത്ത് ഒരുപാട് വേക്കൻസികൾ വരുന്നൊരു ജില്ലയാണ് കാസർഗോഡ്. അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള കുറച്ച് ജില്ലകളുണ്ട്. അങ്ങനെയുള്ളൊരു ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡിൻ്റെ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണത്തെ ലിസ്റ്റ് 999 പേരുണ്ട്. മുൻ ലിസ്റ്റിൽ അത് 978 പേരായിരുന്നു. 21 പേരുടെ ഒരു വർധനവ്, ഒരു പ്ലസ് ഉണ്ട്. പക്ഷേ അതൊരു വലിയ വർധനവല്ല. അതേ എണ്ണം തന്നെ നമുക്ക് പരിഗണിക്കാം. ലിസ്റ്റിലുള്ള ഓരോ കാറ്റഗറി വൈസ് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷന് 74 പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ, EWS 41 പേര്, 51 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, EBT 127 പേര് മെയിൻ ലിസ്റ്റിൽ, 111 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, മുസ്ലിം 121 പേര് മെയിൻ ലിസ്റ്റിൽ, 100 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, OBC 82 പേര് മെയിൻ ലിസ്റ്റിൽ, 26 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, SC 15 പേര് മെയിൻ ലിസ്റ്റിൽ, 68 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, SC ഒരാൾ മെയിൻ ലിസ്റ്റ്, 33 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റ്, SIUC നാടാർ 5 പേര് മെയിൻ ലിസ്റ്റ്, 9 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റ്, ധീവര 2 പേര് മെയിൻ ലിസ്റ്റ്, 9 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി HI മെയിൻ ലിസ്റ്റിലില്ല, 2 പേര് സപ്ലിയിൽ, LD ഓർ CP സപ്ലിയിൽ 5 പേര്, LV സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേര്, വിശ്വകർമ്മ 17 പേര് മെയിൻ ലിസ്റ്റിൽ, 25 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, SCCC ഒരാൾ മെയിൻ ലിസ്റ്റിലും 9 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. ഹിന്ദു നാടാറിൻ്റെ കണക്ക് ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഹിന്ദു നാടാറിൻ്റെ കണക്ക് വന്നിട്ടില്ല. അത് ആ കാറ്റഗറിയിലുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. ടോട്ടൽ 999 പേര്, 504 പേര് മെയിൻ ലിസ്റ്റിൽ, 495 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, ഏതാണ്ട് ഒരേ എണ്ണം തന്നെ. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 426 പേരാണ് അഡ്വൈസ് ആയത്. 426 പേര്. അവിടെ 30-5 വരെയുള്ള മെയ് 30 വരെയുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെയ് 30 വരെയുള്ള വേക്കൻസികളെല്ലാം പോയിട്ടുണ്ട്. ഇനി അങ്ങ് മെയ് 31 റിട്ടയർ ചെയ്ത വേക്കൻസികളും ഈ ജൂണിൽ വന്ന വേക്കൻസികളും മാത്രമേ ഇനി വരാനുള്ളൂ. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 426 അഡ്വൈസ് എന്ന് പറയുമ്പോൾ അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 283 റാങ്ക് വരെയും, ഈഴവ 283 തന്നെ, SC ST എല്ലാവരെയും, മുസ്ലിം 550. മുസ്ലിമിന് നല്ലൊരു എഡ്ജ് കിട്ടിയതായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ ഇത്തവണ ആ എഡ്ജ് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ അത് കാണുന്നില്ല. കാരണം മെയിൻ ലിസ്റ്റിൽ 121 പേരുണ്ട്. അത് ഒരു വലിയ നമ്പറാണ്. അത് നോക്കുമ്പോൾ ഇത്തവണ അത്ര ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇനി റൊട്ടേഷൻ വൈസ് എന്തെങ്കിലും NJD വരുമോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് വരാനുള്ള സാധ്യത വരുള്ളൂ. LC ഓർ ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, OBC 282, വിശ്വകർമ്മ 319, SIC നാടാർ 402, ഹിന്ദു നാടാർ എല്ലാവരെയും, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, DA എല്ലാവരെയും, LV HI LD or CP എല്ലാവരെയും എടുത്തിട്ടുണ്ട്. ഇത്രയാണ്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ 495 പേര് അപ്പോയിൻമെൻ്റ് ചെയ്ത ജില്ലയാണ് കാസർഗോഡ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 426, ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെയാണ് നിയമനം വരുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് ആ ലിസ്റ്റിൽ നിന്ന് TPO 4 ടേൺസ് ഉണ്ട്. SC, മുസ്ലിം, ഈഴവ, OBC ഇതെല്ലാം ഓരോ ടേൺ ടെമ്പററി പാസ്ഡ് ഓവർ ഉണ്ട്. അത് ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും കൊടുക്കുക. അതിനനുസരിച്ചാണ് ഞാൻ റൊട്ടേഷൻ തയ്യാറാക്കി. കഴിഞ്ഞ ലിസ്റ്റിൻ്റെ പ്രത്യേകത, ആദ്യ വർഷം 243 പേര് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് 2 അഡ്വൈസിലൂടെ. 243 പേര്. അതായത് ജൂൺ 28-ന് 2022 മെയ് 31-നാണ് ആ ലിസ്റ്റ് വന്നത്. അത് കഴിഞ്ഞ് ജൂൺ 28-ന് തന്നെ. ഇപ്പോൾ ജൂൺ 28 ആയി നമ്മുടെ ഈ മാസം ഈ സമയമാകുമ്പോഴേക്ക് 240 പേര് ഫസ്റ്റ് അഡ്വൈസിൽ വന്നിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 240 പേരെ തുടക്കത്തിൽ അഡ്വൈസ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ മുമ്പത്തെ ഒരു വർഷം മുമ്പ്, അതായത് 2021 മാർച്ച് 20-ന് അതിൻ്റെ മുന്നത്തെ ലിസ്റ്റ് എക്സോസ്റ്റ് ചെയ്താണ് കഴിഞ്ഞതാണ്. അതായത് 22 മെയ് 30-നാണ് ഈ ലിസ്റ്റ് വന്നത്. പിന്നെ അഡ്വൈസ് വന്നത് ജൂണിലാണ്. അതായത് ഒരു വർഷം ഒരു 3 മാസം സമയം ഉണ്ടായിരുന്നു. അത്രയും സമയം അഡ്വൈസ് ഒന്നും വന്നിട്ടില്ല, അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെയും 3 മാസത്തെയും ആ ഒരു നിയമനമാണ് ആദ്യത്തെ അഡ്വൈസിൽ 240 പേര് വന്നത്. ഈ ലിസ്റ്റിൽ നിന്ന് അതിനുള്ള സാധ്യത ഇല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. കാരണം മെയ് 30 വരെയുള്ള വേക്കൻസികളെല്ലാം ഫില്ല് ചെയ്തു. ഇനി നമുക്ക് മെയ് 31-ന്
റാങ്ക് ലിസ്റ്റും വന്നു. നമുക്ക് ജൂണിലാണ് വരാനുള്ളത്. അപ്പോൾ മെയ് 31 റിട്ടയർമെൻറ്റ് വേക്കൻസി മാത്രമേ വരാനുള്ളൂ എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ വർഷം 116 അഡ്വൈസ്, അതായത് ജൂൺ 17, 23, ജൂലൈ 8, സെപ്റ്റംബർ 14 ഒരു 40 പേര്, അങ്ങനെ വന്ന് 116 പേര് രണ്ടാമത്തെ വർഷം. മൂന്നാമത്തെ വർഷമാണ് ഏറ്റവും കുറവ് അഡ്വൈസ് വന്നത്, 67 പേര്. അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 67 പേര്, അതായത് ജൂൺ 12 10 പേര്, സെപ്റ്റംബർ 6 ഒരു 3 പേര്, ഒക്ടോബർ 25 ഒരു 19 പേര്, അങ്ങനെ വന്ന് 4/6/25 ലാസ്റ്റുള്ള ഡേയ്സിൽ 10 പേരും കൂടി 67 പേരേ വന്നിട്ടുള്ളൂ. ഇതാണ് കാസർഗോഡിൻ്റെ നിയമനം നടന്ന വില. 243, 116, 67 3 വർഷങ്ങളായിട്ട് അങ്ങനെ നിയമനം നടന്നിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അനലൈസ് ചെയ്ത് പലരുമായി സംസാരിച്ചും അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നത് 426 അഡ്വൈസിൽ എന്നുള്ളത് തന്നെയായിരിക്കും അവിടുത്തെ ഒരു നിയമന നില. കാരണം കുറേ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടും നിയമന നില കുറച്ച് കൂടാനും സാധ്യതയുള്ളതുകൊണ്ട് 426 അഡ്വൈസ് തന്നെ, ഒരു 420 അഡ്വൈസ് തന്നെ അവിടെ നടക്കും. പക്ഷേ അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിൽ നടന്ന 495 പോകാനുള്ള സാധ്യത, വളരെ നല്ല അഡ്വൈസ് നടന്നെങ്കിൽ മാത്രമേ, നിയമനം നടന്നെങ്കിൽ മാത്രമേ ഉണ്ടാകൂ. ഞാൻ മനസ്സിലാക്കുന്നത് കാസർഗോഡ് ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് അതേ ലെവലിൽ തന്നെ 400, 420 ആ റേഞ്ചിൽ തന്നെയായിരിക്കും അഡ്വൈസ് പോവുക. കാരണം 420 എത്തിയത് തന്നെ കഴിഞ്ഞ വർഷത്തെ ഞാൻ പറഞ്ഞ തുടക്കത്തിലാണ്. അതിന് ആനുപാതികമായ ഒരു വർധന ഈ വർഷം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണത് പറയുന്നത്. പലരും റിട്ടയർമെൻറ്റ് വേക്കൻസി കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളതുകൊണ്ട് അത് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഞാൻ ആ രീതിയിൽ തന്നെയാണ് കാസർഗോഡ് ഡിസ്ട്രിക്ട് കണക്കാക്കുന്നത്. ഒരുപാട് ട്രാൻസ്ഫറുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ജില്ലയാണ്. അങ്ങനെ നോക്കുമ്പോൾ 426 അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ അത്രയും വരും തന്നെ പ്രതീക്ഷിക്കാം. അതിൽ കൂടുന്ന സാധ്യത ഞാൻ ഇപ്പോൾ പരിഗണിക്കുന്നില്ല. 426 അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഓരോ റാങ്കും കാറ്റഗറി എത്രയായിരിക്കും എന്നുള്ളതാണ്. ഓപ്പൺ കോമ്പറ്റീഷൻ 362, EWS സപ്ലിമെൻ്ററി ലിസ്റ്റ് 3 വരെ, EBT 370 വരെ, മുസ്ലിം 363, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, OBC 386, വിശ്വകർമ്മ 400, SIC നാടാർ 483, ഹിന്ദു നാടാർ 471, SIC നാടാറിൽ 483 ഞാൻ പറഞ്ഞത്. 460 ഒരു 460 അഡ്വൈസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സപ്ലിമെൻ്റിൽ കയറും. ഇത് 483 പറഞ്ഞാൽ മെയിൻ ലിസ്റ്റിലുള്ള ആളാണ്. 460 അഡ്വൈസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സപ്ലിയിലേക്കും കയറും. ഇപ്പോൾ ഞാൻ പറയുന്നത് 425, 426 അഡ്വൈസിൻ്റെ കാര്യമാണ്. ഹിന്ദു നാടാർ 471, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 2. ഇങ്ങനെയാണ് റൊട്ടേഷൻ തയ്യാറാക്കിയപ്പോൾ ഏതാണ്ട് മനസ്സിലാവുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ ഒരു എന്തെങ്കിലും NJD വന്നു കഴിഞ്ഞാൽ ഈ റൊട്ടേഷനൊക്കെ മാറും. ഓരോ ഏത് കാറ്റഗറി ഏതാളാണ് വരാത്തതെന്നുള്ളത്, ഒരു മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് ഒരാൾ വരാതിരുന്നു കഴിഞ്ഞാൽ അതേ കാറ്റഗറിയിൽ നിന്ന് താഴെയുള്ള ആൾ കയറുമ്പോൾ ചിലപ്പോൾ നല്ല റാങ്കിൽ മാറ്റം വരാം. ഇത്തരം മാറ്റങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതൊഴിച്ച് നിർത്തിയാൽ ഏതാണ്ട് നിയമന നില ഇത് തന്നെ ആയിരിക്കും. ഒരു അഡ്വൈസിൻ്റെ എണ്ണം ഏതാണ്ട് ഈ ലെവലിൽ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. തുടർന്ന് എന്തെങ്കിലും ഡൗട്ട്, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ഞാൻ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം, മറുപടി തരാൻ ശ്രമിക്കാം. അതുപോലെ മറ്റൊരു ജില്ലയുമായിട്ട് ഞാൻ പിന്നീട് വരാം. കൂടുതൽ ഡാറ്റ ആവശ്യമുള്ളവർക്ക്, ഈ ഡാറ്റ ആവശ്യമുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. അല്ലെ ഈ അപ്ഡേറ്റ് ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും അപ്ഡേറ്റ് തരാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.